ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ 2022 ഡിസംബർ, നവംബർ, ഒക്ടോബർ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായിട്ട് 5G സേവനം ലഭ്യമാക്കിയത് കേരളത്തിലെ ഏത് ക്ഷേത്ര പരിസരത്താണ്? ഒന്നുകൂടെ പറയാം. കേരളത്തിൽ ആദ്യമായിട്ട് 5G സേവനം ലഭ്യമാക്കിയത് കേരളത്തിലെ ഏത് ക്ഷേത്ര പരിസരത്താണ്? ആൻസർ ഗുരുവായൂർ ടെമ്പിൾ അല്ലെ, ഗുരുവായൂർ ക്ഷേത്ര പരിസരത്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 5G വെച്ചിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രമായിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിച്ചിരുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റിട്ടുള്ള വ്യക്തി ആരാണ്? 2022 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? പറഞ്ഞോളൂ. ആൻസർ ഹൻസ്രാജ് ഗംഗാറാം അബിർ ആണ് അല്ലെ. ഹൻസ്രാജ് ഗംഗാറാം അബിർ. ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല കേട്ടോ. ഓപ്ഷൻസ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ ആ പേരുകൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇനി ഓപ്ഷൻസ് വായിക്കുന്നതാണ് നല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യമാണ്. 2022 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ. 2022 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 2022 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ. ആൻസർ സൗരാഷ്ട്ര അല്ലെ, സൗരാഷ്ട്ര. അപ്പൊ നമ്മുടെ രാഷ്ട്രം വിജയിക്കട്ടെ എന്നൊക്കെ നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിപ്പിച്ചാണ് അല്ലെ, സൗരാഷ്ട്ര. നാലാമത്തെ ചോദ്യം നോക്കാം. 61ാമത്തെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായിട്ട് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? 61ാമത്തെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായിട്ട് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താ? ആൻസർ ഉത്സവമാണ് അല്ലെ, ഉത്സവം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചത്? കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആരംഭിച്ചത് എവിടെയാ? ആൻസർ ആലുവയാണ് കേട്ടോ. ആലുവയിലാണ് കേരളത്തിലെ ആദ്യ കാർബൺ, വേണമെങ്കിൽ ബണ്ണും അലുവയും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. കാർബൺ ന്യൂട്രൽ ഫാം ആണ് കേട്ടോ. എവിടെയാണ്? ആലുവയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഏതാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന ജൂലൻ ഗോസ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഏതാണ്? ആൻസർ ചക് ദേ എക്സ്പ്രസ് ആണ്. ഏതാണ്? ചക് ദേ എക്സ്പ്രസ്. അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യമാണ്. 2022 ബുക്കർ സമ്മാനം ലഭിച്ച ശ്രീലങ്കൻ എഴുത്തുകാരൻ. 2022 ബുക്കർ സമ്മാനം ലഭിച്ച ശ്രീലങ്കൻ എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഷെഹാൻ കരുണതിലക. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കരുണയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഷെഹാൻ കരുണതിലകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഒക്ടോബർ ഒഡീഷ തീരത്ത് വീശിയ ചുഴലിക്കാറ്റിന് സിട്രാങ് എന്ന് പേര് നൽകിയിട്ടുള്ള രാജ്യം. ഒന്നുകൂടെ പറയാം. 2022 ഒക്ടോബറിൽ ഒഡീഷ തീരത്ത് വീശിയിട്ടുള്ള ചുഴലിക്കാറ്റിന് സിട്രാങ് എന്ന് പേര് നൽകിയിട്ടുള്ള രാജ്യം ആലോചിച്ച് നോക്കിയേ, ഏതായിരുന്നു? ആൻസർ തായ്ലാൻഡ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു എന്താ, സിറ്റ് നമ്മൾ എവിടെ ഇരിക്കുന്നേ, ലാൻഡിലാണ് ഇരിക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ തായ്ലാൻഡ്. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യവേതനം പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യ രാജ്യം ഏതാണ്? പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യവേതനം പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യ രാജ്യം. ആൻസർ ന്യൂസിലാൻഡ് ആണ്. ഏതാണ്? ന്യൂസിലാൻഡ്. അപ്പൊ പുതിയൊരു രാജ്യമാണ് കേട്ടോ. ന്യൂസിലാൻഡ്. അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കാം. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ആൻസർ തമിഴ്നാടാണ് അല്ലെ, തമിഴ്നാട്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CBI രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള റെയ്ഡ് ഏതാണ്? സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CBI രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള റെയ്ഡ് ആലോചിച്ചിട്ട് പറഞ്ഞേ. സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ്. ആൻസർ ഓപ്പറേഷൻ ചക്രയാണ് അല്ലെ, ഓപ്പറേഷൻ ചക്ര. നമ്മൾ പറഞ്ഞു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സാമ്പത്തികം, ചക്രം, കയ്യിൽ ചക്രം ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കാശുണ്ടോ എന്നൊക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ ചക്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
2022 9ാമത്തെ ലോക ആയുർവേദ കോൺഗ്രസിനും ആരോഗ്യ എക്സ്പോയ്ക്കും ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2022 9ാമത്തെ ലോക ആയുർവേദ കോൺഗ്രസിനും ആരോഗ്യ എക്സ്പോയ്ക്കും ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് അല്ലെ. ഗോവ നമ്മൾ പറഞ്ഞു ആയുർവേദ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് പോകണം എന്നുള്ള രീതിയിൽ ഗോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഗോവ എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം കേട്ടോ. 13ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ആയുർവേദത്തിന് ശാസ്ത്രീയ സഹകരണം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ള രാജ്യം. ഒന്നും കൂടെ, ഇന്ത്യൻ ആയുർവേദത്തിന് ശാസ്ത്രീയ സഹകരണം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ള രാജ്യം ഏതാണ്? ആൻസർ ജപ്പാനാണ് അല്ലെ. അപ്പൊ ആയുർവേദത്തിനകത്തൊക്കെ നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിക്കുന്നത് പാനിലാന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. എണ്ണയും കുഴമ്പൊക്കെ പാനിലൊക്കെ ഉപയോഗിക്കില്ലേ. അപ്പൊ അങ്ങനെ ജപ്പാൻ എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി 14ാമത്തെ ചോദ്യം. ആരവല്ലി റേഞ്ചിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ജംഗിൾ സഫാരി പാർക്ക് പറഞ്ഞോളൂ. ആൻസർ ഹരിയാനയാണ് അല്ലെ. അപ്പൊ ജംഗിൾ സഫാരി, ജംഗിൾ കാട്ടിലൊക്കെ ആനയുണ്ടാവും എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ തന്നെ ആനപ്പുറത്ത് നമ്മളിങ്ങനെ സവാരിക്കൊക്കെ പോകും എന്നുള്ള രീതിയിലും നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ ജംഗിൾ സഫാരി പാർക്ക് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന. അടുത്ത ചോദ്യം. 2022 മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ ആരാണ്? 2022 മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ആൻസർ കരീം ബെൻസെമയും അലക്സിയ പുറ്റലാസും ആണ്. ആരൊക്കെയാണ്? കരീം ബെൻസെമ, അലക്സിയ പുറ്റലാസ്. ഓക്കെ, പുരുഷ താരം കരീം ബെൻസെമ. അപ്പൊ ബെൻസ് കാറിലാണ് വന്നേ. അതുപോലെ തന്നെ നല്ല ലക്ഷ്യമുള്ള ഒരു വനിതാ താരം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ കരീം ബെൻസെമ, അലക്സിയ പുറ്റലാസ് കേട്ടോ. 16ാമത്തെ ചോദ്യം നോക്കാം. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ റാങ്ക്. ആൻസർ 40 ആണ് അല്ലെ. ഇന്നോവ കാറിന് 4 ചക്രവും ഒരു സ്റ്റെപ്പിനി എന്നുള്ള രീതിയിൽ നമ്മൾ 4 ചക്രം ഒരു സ്റ്റെപ്പിനി 40 എന്നുള്ളത് ഓർക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ റാങ്ക് 40. 2021 എത്രയായിരുന്നു? 46 ആയിരുന്നു അല്ലെ. ഓക്കെ, 6 മാറിയിട്ട് 0 എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ISROയുടെ ചൊവ്വ ദൗത്യമായിട്ടുള്ള മംഗൾയാനെ അടിസ്ഥാനമാക്കിയ സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെന്ററി ഫിലിമിന്റെ പേരെന്താണ്? ISROയുടെ ചൊവ്വ ദൗത്യമായിട്ടുള്ള മംഗൾയാനെ അടിസ്ഥാനമാക്കിയ സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെന്ററി ഫിലിമിന്റെ പേരെന്താ? ആൻസർ യാനമാണ് അല്ലെ. യാനം, മംഗൾയാൻ യാനം കേട്ടോ. 2023 ഫിഫ വനിതാ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ഏതാണ്? വനിതാ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ചോദിച്ചിട്ടുള്ളത്. 2023 ഫിഫ വനിതാ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം സുനിയാണ് അല്ലെ. സുനിയാണ്. 19ാമത്തെ ചോദ്യം. 2022 ലോക ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം? 2022 ലോക ഭക്ഷ്യ സുരക്ഷാ സൂചികയിലാണ് ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം. ആൻസർ ഫിൻലാൻഡ് ആണ് അല്ലെ. ഭക്ഷണമൊക്കെ സുരക്ഷയായി തന്നെ നമ്മൾ ഭയങ്കര ഫൈൻ ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലെ. ഫിൻലാൻഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചുള്ള ദിവസം ഏതാണ്? ഒന്നുകൂടെ വായിക്കാം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിട്ടുള്ള ദിവസം ഏതാണ്? ആൻസർ ആലോചിച്ചിട്ട് പറഞ്ഞേ. ആൻസർ നവംബർ 18 ആണ് അല്ലെ. നമ്മൾ എന്താ പറഞ്ഞ 18 വയസ്സിന് താഴെയുള്ളതാണ് കുട്ടികൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളുടെ ചിൽഡ്രൻസ് ഡേ ആയിട്ടുള്ള നവംബർ മാസം കൂടെ ഓർക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ നവംബർ 18 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആലോചിച്ചിട്ട് പറഞ്ഞേ. ആൻസർ CV ആനന്ദബോസ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ബംഗാളികൾ സാധാരണ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ മലയാളി ബംഗാളിൽ പോയി കഴിയുമ്പോഴും ഭയങ്കര സന്തോഷമാണെന്നുള്ള രീതിയിൽ ആനന്ദം അല്ലെ. CV ആനന്ദബോസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. CV ആനന്ദബോസ്. അടുത്ത ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ ആരാണ്? ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ. ആൻസർ പൂർണിമ ദേവി ബർമൻ ആണ് അല്ലെ. ആരാണ്? പൂർണിമ ദേവി ബർമൻ.
നമ്മൾ പറയില്ലേ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോണ്ടല്ലോ ഈ സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ അതിനകത്ത് സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ പറയുന്ന പോലെ ബർമാൻ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. പൂർണിമ ദേവി ബർമാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാ? ആൻസർ സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. ആരാണ്? സഞ്ജയ് മൽഹോത്ര. എങ്ങനെ നമ്മൾ പറഞ്ഞേ? ഒന്നല്ലെങ്കിൽ നമ്മൾ റവന്യൂ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് കൊണ്ടുവരണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ റവയൊക്കെ ഒരു സഞ്ചിയിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുവരണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? സഞ്ജയ് മൽഹോത്ര. മുമ്പത്തെ ആരായിരുന്നു? തരുൺ ബജാജ് ആണ് അല്ലെ. റവന്യൂ തരൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 24ാമത്തെ ചോദ്യം, 2023 ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒമായിട്ട് ചുമതലയേൽക്കുന്ന ആരാണ്? 2023 ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒമായിട്ട് ചുമതലയേൽക്കുന്ന ആരാണ്? ആൻസർ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. അനിൽ കുമാർ ലഹോട്ടിയാണ് അല്ലെ. അനിൽ കുമാർ ലഹോട്ടി. അപ്പൊ മുമ്പ് ആരായിരുന്നു? VK ത്രിപാഠി ആയിരുന്നു. നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? ആ ട്രെയിനിൽ കയറാൻ 3 പടിയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പൊ ട്രെയിനിൽ ഭയങ്കര ഹോട്ട് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2023 ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒമാണ് ഈ പറഞ്ഞിട്ടുള്ള അനിൽ കുമാർ ലഹോട്ടി. അതേസമയം ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിനൊക്കെ എപ്പോഴും വൈകിയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അത് അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. അപ്പൊ അതും ഓപ്ഷനിലുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം. 2022 ഡിസംബർ മാസം ഏത് സംസ്ഥാനത്താണ് ധനു യാത്ര ഫെസ്റ്റിവൽ നടന്നത്? ധനു യാത്ര ഫെസ്റ്റിവൽ നടന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഒഡീഷയാണ് അല്ലെ. ഒഡീഷയാണ്. അപ്പൊ ധനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോവും എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു അല്ലെ. ഒഡീഷയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ മാർക്സ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഔട്ട് ഓഫ് 25 എത്ര കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ മുമ്പത്തെ ക്ലാസ്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ആ ക്ലാസ് ഒക്കെ കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നാളെ കാണാം.